ഹായ് ഡിയേഴ്സ്, നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ FIUGയുമായി ബന്ധപ്പെട്ട ഫോർത്ത് അലോട്ട്മെൻറ്റ് ഒരു അപ്ഡേറ്റ് ആണ്. ആർക്കൊക്കെ ലഭിക്കാൻ ചാൻസ് ഉണ്ട്, എത്ര ഇൻഡെക്സ് വരെ, പിന്നെ എഡിറ്റിംഗ് ഓപ്ഷൻസ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നൊക്കെയാണ് ഈ ഒരു അപ്ഡേറ്റിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം. ഓക്കെ, നമ്മുടെ ഫോർത്ത് അലോട്ട്മെൻറ്റ് വരുന്നത് പറയുന്നത് ഈ മാസം 27-ാം തീയതിയാണ്. 5 PM കൂടിയാണ് ഷെഡ്യൂളിൽ ഒരു ടൈം പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു ഉച്ചയ്ക്ക് ശേഷം പ്രതീക്ഷിക്കാം. ഓക്കെ, പിന്നെ അതിന് മുൻകൂടി തന്നെ നിങ്ങൾക്ക് ഒരു എഡിറ്റിംഗ് ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ ഒരു അവസരം കൂടിയാണ് ഈ ഒരു എഡിറ്റിംഗ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് മാക്സിമം യൂസ് ചെയ്യാം. അതെങ്ങനെ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇവിടെ സീറ്റ് വേക്കൻസി കൊടുത്തിട്ടുണ്ട് സൈറ്റിൽ. ഓക്കെ, അപ്പോൾ സീറ്റ് വേക്കൻസി നോക്കിയിട്ട് നിങ്ങൾ ആഗ്രഹിച്ച കോളേജിൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ അതൊന്ന് സൈറ്റ് നോക്കിയിട്ട് നിങ്ങൾ ഏത് കോളേജാണോ നോക്കുന്നത് ആ ഒരു കോളേജ് കൊടുത്തു കഴിഞ്ഞാൽ അതിലൊരു സീറ്റ് വേക്കൻസി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ആ സീറ്റ് വേക്കൻസിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത കോളേജിൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് ഒന്ന് കൺഫേം ചെയ്യുക. ഓക്കെ, പിന്നെ ലാസ്റ്റ് കയറിയ ഇൻഡെക്സും കൂടി ഇവർ ഇവിടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൂടി ഒന്ന് ചെക്ക് ചെയ്യുക. അതിനാദ്യം നിങ്ങളുടെ കോഴ്സ് FIUGP കൊടുക്കുക. പ്രോഗ്രാം നിങ്ങൾ ഏത് പ്രോഗ്രാമാണ് നോക്കുന്നത് ആ ഒരു പ്രോഗ്രാം കൊടുക്കേണ്ടതാണ്. ഓക്കെ, ഞാനൊരു BSc മാത്തമാറ്റിക്സ് ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏതാണ് നോക്കുന്നത് അത് കൊടുക്കേണ്ടതാണ്. ഇവിടെ പാലക്കാട് ജില്ലയാണ് നോക്കുന്നത്. ഓക്കെ, ഇവിടെ പാലക്കാട് ജില്ലയിൽ ഏതൊക്കെ കോളേജിൽ എത്രയ്ക്ക് ഇൻഡെക്സ് കയറിയിട്ടുണ്ടെന്ന് കാണിക്കും. അപ്പോൾ അതുപോലെ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് ആ സീറ്റ് വേക്കൻസി ഇത് വെച്ചൊന്ന് കമ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഓക്കെ, പിന്നെ അടുത്ത് പറയാനുള്ളത് പറയുന്നത് ആർക്കൊക്കെ ഈ ഒരു എഡിറ്റിംഗ് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഫസ്റ്റ് ഓപ്ഷനിൽ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ഇവിടെ എഡിറ്റിംഗ് സാധിക്കില്ല. ബാക്കി എല്ലാ വിദ്യാർത്ഥികൾക്കും എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇമെയിൽ ഐഡിയും ആ ഒരു ഡീറ്റെയിൽസ് ഒന്നും എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. ബാക്കി എല്ലാ ഡീറ്റെയിൽസ് ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതുപോലെ കമൻറ്റ് വഴിയും ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ യൂസ് ചെയ്യാം. ഓക്കെ, നമ്മളതിന് മറുപടി നൽകുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.